ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ഏറെ സ്നേഹിക്കുന്ന സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മളൊരു വലിയ സന്തോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ, ദൈവാനുഗ്രഹത്തിൻ്റെ അനുഭവതലത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതിൻ്റെ എല്ലാ ഹൃദയ ശുദ്ധിയോടും നന്മയുടെ നിറവോടും കൂടി നിങ്ങൾക്കെല്ലാവർക്കും യേശു കർത്താവിൻ്റെ ജനന പെരുന്നാളിൻ്റെ ആശംസകളും അനുഗ്രഹങ്ങളും സന്തോഷത്തോടു കൂടി ഞാൻ നേരുകയാണ്. ഹാപ്പി ക്രിസ്മസ്. സന്തോഷകരമായ ഒരു ക്രിസ്തു അനുഭവം എല്ലാവർക്കും ദൈവം നൽകട്ടെ. യേശു കർത്താവിൻ്റെ ജനനം നമുക്ക് നൽകുന്ന അനേക പാഠങ്ങളുണ്ട്. യേശു കർത്താവിൻ്റെ നമ്മുടെ ഇടയിലെ തിരുസാന്നിധ്യം നമുക്ക് നൽകുന്ന ചില ഉറപ്പുകളുണ്ട്. ലോകത്തിന് ആധികാരികമായി നൽകുന്ന ചില പ്രബോധനമുണ്ട്. ഈ ലോകം ആരുടേതാണെന്നും ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് ആരാണെന്നും ഈ ലോകത്തിൻ്റെ നിയന്താതാവ് ആരാണെന്നും അവസാന വാക്ക് ആരാണെന്നും നാം തിരിച്ചറിയുന്ന ഒരു അനുഭവ തലത്തിൽ, ഒരു കാലിത്തൊഴുത്തിലേക്ക്, ലോകത്തിന് വിസ്മയനീയമായ ഒരു കാഴ്ചയിലേക്ക് നമ്മെ ഈ തിരുനാൾ കൊണ്ടെത്തിക്കുകയാണ്. പ്രതീക്ഷകളെല്ലാം തകിടം മറിയുകയാണ്. ചിന്തകൾക്ക് ഇങ്ങനെയൊരു രൂപം ഉണ്ടായിരുന്നില്ല. രാജകൊട്ടാരത്തിൽ ദാവീദിൻ്റെ ഗണത്തിൽ, ദാവീദിൻ്റെ വംശപരമ്പരയിൽ ജനിക്കേണ്ടി ഇരിക്കുന്ന രക്ഷകൻ, ദിവ്യ ശിശു വളരെ വ്യത്യസ്തമായ ഒരു തലത്തിൽ കാണപ്പെടുമ്പോൾ അവിശ്വസനീയമായ ഒരനുഭവമാണ്. ഹൗ കുഡ് ഇറ്റ് ഹാപ്പൻ? ഇതെങ്ങനെയാണ് സംഭവിക്കുക എന്ന് വിസ്മയത്തോടെയും ആശ്ചര്യത്തോടെയും ബഹുമാനത്തോടെയും പരിശുദ്ധ അമ്മ ദൂതനോട്, ഗബ്രിയേലിനോട് ചോദിച്ചതുപോലെ ഈ ചോദ്യം ലോകം ഇങ്ങനെ ഉയർത്തിവിടുകയാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുക? രക്ഷകൻ കാലിത്തൊഴുത്തിൽ ഏറ്റവും വിനീതമായ ഒരു ഭാവത്തിൽ ജനിക്കുമെന്നോ? വിശ്വസിക്കാനാവുന്നില്ലല്ലോ. യഹൂദർ കരുതിയിരുന്നത് അവൻ രാജകൊട്ടാരത്തിൽ, കാരണം അവൻ്റെ വംശവും പരമ്പരയും അവനെക്കുറിച്ചുള്ള അരുളപ്പാടുകളുമെല്ലാം ഒരു രാജകീയമായ ഒരു പശ്ചാത്തലത്തിൽ ഒരുക്കപ്പെട്ട് വന്നതാണ്. യഹൂദരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായെന്നോ അത്ഭുതകരമായ മാറ്റത്തിലെന്നോ പറയാവുന്നതുപോലെ ആട്ടിടയന്മാർ വഴി ദൈവദൂതർ ഇത് മാറ്റി എഴുതുകയാണ്, മാറ്റിക്കുറിക്കുകയാണ്. യഹൂദരുടെ രക്ഷകൻ വരുന്നു, ഞങ്ങളുടെ വംശത്തിന് ദൈവം ഒരു രക്ഷകനെ പ്രദാനം ചെയ്യുന്നു എന്ന് കരുതിയിരുന്ന ജനത്തിന് മുൻപിലേക്ക് വാനമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ദൈവദൂതന്മാർ പറയുന്നു, എല്ലാ ജനതകൾക്കുമുള്ള, സർവ്വലോകത്തിനുമുള്ള സന്തോഷത്തിൻ്റെ വാർത്ത, വലിയ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നാം ശ്രദ്ധയോടെ ഇത് കാണണം. മനുഷ്യൻ കാണുന്നത് പോലെ അല്ല ദൈവം കാണുന്നത് എന്ന ദൈവവചനം ഹൃദയത്തിൽ ഓർമ്മയിലുണ്ടായിരിക്കട്ടെ.
ഒരു ചെറിയ ലോകത്തിലേക്ക്, ഒരു ചെറിയ വംശത്തിലേക്ക്, ഒരു ചെറിയ സമൂഹത്തിലേക്ക് ദൈവം രക്ഷകനെ നൽകും. അവർക്ക് മാത്രമാണ് രക്ഷ, അവർക്ക് മാത്രമാണ് ഈ രക്ഷകൻ എന്ന് കരുതി കാത്തിരിക്കുന്ന ജനത്തിൻ്റെ മധ്യേ സ്വർഗത്തിൻ്റെ ശബ്ദം, സ്വർഗത്തിൻ്റെ ദൂതൻ വന്ന് പറയുന്നു, എല്ലാ ജനതകൾക്കുമുള്ള സന്തോഷത്തിൻ്റെ വലിയ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ബെത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്ന ഈ മനോഹരമായ വിവരണം ദൈവം ആരെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെ വ്യാപരിക്കുമെന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ലോകം യേശുവിൻ്റെ ജനന പെരുന്നാളിൽ എല്ലാവരും പറയുന്ന കാര്യമുണ്ടല്ലോ, ഹാപ്പി ക്രിസ്മസ്. ഇതൊരു ഹിന്ദുവിനും മുസൽമാനും മറ്റ് മതസ്ഥർക്കും എങ്ങനെയാണ് പറയാൻ കഴിയുക? ദൈവാത്മാവിൻ്റെ പ്രചോദനത്തിൽ നാം തിരിച്ചറിയേണ്ടുന്ന കാര്യം, നാം ആരാധിക്കുന്ന യേശു പൈതൽ, ദൈവപുത്രൻ, അവൻ എല്ലാ ജനതകൾക്കും വേണ്ടിയാണ്. ഈസ് എ സേവിയർ ഫോർ ഓൾ. എല്ലാവരുടെയും രക്ഷകനാണ്. നാം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും, നാം വിശ്വസിച്ചാലും മറിച്ച് വിശ്വസിച്ചാലും, ദൈവത്തിൻ്റെ പദ്ധതി തൻ്റെ പുത്രൻ ലോകത്തിലെ എല്ലാവർക്കും വേണ്ടി എന്ന ദൈവത്തിൻ്റെ കരുതലാണ്. ക്രിസ്തുമസ് ലോകത്തിന് സമ്മാനിക്കുന്ന മഹാസന്തോഷത്തിൻ്റെ വലിയ വാർത്ത അതാണ്. ഗാഡ് ഹാസ് വിസിറ്റഡ് ഹിസ് പീപ്പിൾ. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ജനം എല്ലാ വിഭാഗം ജനങ്ങളുമാണ്. എല്ലാ വിഭാഗം ജനങ്ങളുമാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകരുതെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു. നിത്യരക്ഷ അവർക്കുണ്ടാകണം. അതിന് തൻ്റെ പുത്രനെ ക്രൂശിൽ കാഴ്ചവെക്കാൻ മടിക്കാത്ത ദൈവം, അത്രമാത്രം ലോകത്തെ സ്നേഹിക്കുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ പദ്ധതി മാലാഖമാർ വിളംബരം ചെയ്യുന്നു. എല്ലാ ജനതകൾക്കുമുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത. ജീസസ് ഈസ് ബോൺ ഫോർ ഓൾ. യേശു ക്രിസ്തു എല്ലാവർക്കും രക്ഷകനായി ഇതാ ജനിച്ചിരിക്കുന്നു. മറ്റൊരു ഉറപ്പ്, ദൈവം ചരിത്രത്തിൻ്റെ ഭാഗമായി മനുഷ്യനോടൊത്ത് വസിക്കുകയാണ്. കാലത്തെയും കാലാവസ്ഥയെയും കാലാന്തരത്തിലെ സംഭവവികാസങ്ങളെയും പ്രപഞ്ചത്തെയും പ്രാപഞ്ചിക സംവിധാനങ്ങളെയും എല്ലാം രൂപകൽപ്പന ചെയ്തവൻ ഒരു സൃഷ്ടിയായി ഈ ലോകത്തിൽ മനുഷ്യരോടൊത്ത് വസിക്കുന്നു. ദൈവം ദൈവമല്ലേ? ദൈവം മനുഷ്യനല്ലല്ലോ. ദൈവം ദൈവീകമായി വ്യാപരിക്കേണ്ടതല്ലേ? മനുഷ്യനല്ലല്ലോ. എന്തിനാണിത്? വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് യോഹന്നാൻ അങ്ങനെയാണ് പഠിപ്പിക്കുക. അവൻ ദൈവമായിരുന്നു. ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല. ദാസൻ്റെ രൂപം സ്വീകരിച്ചു. ആകൃതിയിലും പ്രകൃതിയിലും മനുഷ്യനെ പോലെ കാണപ്പെട്ടു. അവൻ കുരിശുമരത്തോളം തന്നെ താഴ്ത്തി. ഈ കാലിത്തൊഴുത്തിൽ സംഭവിച്ച ഈ ദിവ്യ ഇടപെടൽ ഒരു സംഭവത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, ദൈവത്തിൻ്റെ സ്വഭാവം നമ്മിലേക്ക് ചുരുളഴിച്ചു കൊണ്ടുവരുന്ന അനുഭവമാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനം കാലിത്തൊഴുത്തിൽ എന്ന് നാം അവിടുത്തെ ജനനത്തെക്കുറിച്ച് പറയുന്നെങ്കിലും കാലിത്തൊഴുത്തിൽ അനാവരണം ചെയ്യപ്പെടുന്ന സത്യം ഈ ദൈവം ആര് എന്നുള്ളതാണ്. ഈ കല്ലടാവിൽ ജനിക്കുന്ന പൈതൽ
അവിടുന്നാണ് കുരിശിൽ നമുക്ക് വേണ്ടി മരിക്കുക. കുരിശിനെ അവൻ മരണത്തിന് വിധേയനാക്കിയ ശേഷം കുരിശിൽ നിന്ന് അവൻ ഉയർക്കുകയാണ്. നമ്മെ സ്വർഗത്തിൻ്റെ മഹത്വത്തിൻ്റെ ഭാഗമാക്കുകയാണ്. ക്രിസ്മസ് നൽകുന്ന ഒരു വലിയ സന്ദേശം, വി ആർ നോട്ട് എലോൺ. മനുഷ്യരുടെ ഏറ്റവും വലിയ ദുഃഖം എന്താണ്? എൻ്റെ കൂടെ ആരുമില്ല, എന്നെ കേൾക്കാൻ ആരുമില്ല, എന്നോട് സംസാരിക്കാൻ ആരുമില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല. ഐ ആം നോട്ട് വാണ്ടഡ്, എന്നെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈസ് ഇറ്റ് ട്രൂ? അത് സത്യമാണോ? നിനക്ക് വേണ്ടി കൂടെയാണ് നിൻ്റെ ദൈവം ഒരു പൈതലായി കാലിത്തൊഴുത്തിൽ ജനിച്ചതെന്ന് നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് സത്യമാണെന്ന് മകനെ മകളെ നീ ഓർക്കുക. കർത്താവിനെക്കുറിച്ച് പറയുന്നത് അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് എന്നാണ്. അവിടുന്ന് പൊള്ളയായ വാക്കുകൾ പറയുന്നില്ല. ആശ്വസിപ്പിക്കാൻ വേണ്ടി അവിടുത്തെ സ്വഭാവത്തിന് വിരുദ്ധമായി അവിടുന്ന് ഒന്നും ചെയ്യുന്നില്ല. അവിടുത്തെ പ്രവൃത്തികൾ മുഴുവൻ വിശ്വസനീയവും വിശ്വാസയോഗ്യവുമാണ്. കാരണം ദൈവപുത്രനാണ്, അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. നിന്റെ ജീവിതത്തിനൊരു ക്ലേശം വരുമ്പോൾ നീ കരുതുന്നത് നീ ഒറ്റപ്പെട്ടു പോയെന്നാണ്. അങ്ങനെയല്ല. അധ്വാനിക്കുന്നവനാണോ, ഭാരം വഹിക്കുന്നവനാണോ, നിൻ്റെ മനസ്സിൽ ക്ലേശമുള്ളവനായി ജീവിക്കുന്നവനാണോ, നീ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ഈ കുഞ്ഞുങ്ങളുമായി സംസാരിക്കുമ്പോൾ, യുവജനങ്ങളുമായി സംസാരിക്കുമ്പോൾ, കൺവെൻഷനുകളിൽ പോയി പങ്കെടുക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്, ഇങ്ങനെ പറഞ്ഞ് നിർത്തും, വാഗ്ദാനങ്ങളിൽ അവിടെ ഞാൻ നിർത്തും. അപ്പോൾ പങ്കെടുക്കുന്നവർ ഒരുമിച്ച് പറയും, വാഗ്ദാനങ്ങളിൽ അവിടുന്ന് വിശ്വസ്തനാണ്. പകുതി വാഗ്ദാനങ്ങളിലല്ല, അവിടുത്തെ വാഗ്ദാനങ്ങളിൽ മുഴുവൻ അവൻ വിശ്വസ്തനാണ്. അതെ, അവൻ കുരിശ് മരത്തോളം തന്നെ താഴ്ത്തി. ബത്ലഹേമിലെ ആ പ്രഭയുള്ള മഹത്വമുള്ള ആ രാത്രിയുടെ കാഴ്ചയിൽ ക്രൂശിൻ്റെ കാഴ്ചയും നീ കാണാതെ ഇരുന്നാൽ നീ കാലിക്കൂട്ടിൽ കണ്ടത് യേശു പൈതലിനെ അല്ല. നീ ദൈവപുത്രനെയാണ് അവിടെ കണ്ടെങ്കിൽ നീ ക്രൂശും കണ്ടിട്ടുണ്ടാവും. കാലിത്തൊഴുത്തിലെ ക്രൂശ് പിന്നീട് വരുന്നെങ്കിലും അത് അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ദൈവത്തെ ഒരു നിമിഷം കൊണ്ട്, ഒരു നിമിഷത്തേക്ക് മാത്രമായി ചിത്രീകരിക്കുവാൻ മനുഷ്യന് കഴിയില്ല. അവിടുത്തെ ആകെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ സ്വാംശീകരണം. നിൻ്റെ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ, നിൻ്റെ ദൈവം ബത്ലഹേമിലെ ഒരു പൈതലാണോ? നിൻ്റെ ദൈവം ബത്ലഹേമിൽ ഒരു പൈതലായി മാത്രം അവശേഷിക്കുന്നവനാണോ? അല്ല. അവിടെ തുടക്കമാണ്. മരണത്തെ ജയിച്ച ദൈവപുത്രനിൽ വരെ, പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ദൈവപുത്രൻ വരെ, നമുക്കിരിപ്പിടം തയ്യാറാക്കി നമ്മെ കാത്തിരിക്കുന്ന അരങ്ങം അതുവരെ ഈ ദൈവത്തിൻ്റെ സ്വഭാവം അറിയിക്കുകയാണ്. ക്രിസ്തുമസ് ഒരു പെരുന്നാളല്ല, പെരുന്നാളുകളുടെ കൂട്ടമാണ്. പെരുന്നാളുകളിൽ ചേർത്ത് വയ്ക്കപ്പെടുന്ന ദൈവ സ്വഭാവത്തിൻ്റെ പ്രത്യക്ഷീകരണമാണ്. ഞാൻ യേശു പൈതലിനെ ബത്ലഹേമിൽ കാണുമ്പോൾ ഉയർപ്പിക്കപ്പെട്ട, ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രനെയും ആ രംഗത്ത് തന്നെ കാണുന്നു. കാരണം ദൈവത്തിൻ്റെ സ്വഭാവം മുഴുവൻ, ദൈവത്തിൻ്റെ ഇടപെടൽ മുഴുവൻ ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്.
ശിശു ലാളിക്കപ്പെടുന്നത് നാം കാണുന്നു. പരിശുദ്ധ അമ്മയും യോസേപ്പ് പിതാവും കാഴ്ചകളുമായി വന്ന വിദ്വാൻമാരും ഇടയന്മാരുമെല്ലാം ഈ പൈതലിനെ ലാളിക്കുന്ന കാഴ്ച നാം കാണുന്നു. ദൈവത്തിൻ്റെ ഏറ്റവും ലളിതമായ ഒരു രൂപം അവിടെ കാണുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് നമുക്ക് സമ്മാനിക്കുന്ന വലിയ പാഠം, വലിയ ഗ്യാരണ്ടി, വലിയ ഉറപ്പ്, നീ ഒറ്റപ്പെട്ടവനല്ല. നിൻ്റെ പക്കലേക്ക് നിൻ്റെ ദൈവം ശിശുരൂപത്തിൽ കടന്നു വന്നെങ്കിൽ ഓർക്കുക, നിന്നെ പ്രതിയുള്ള വാത്സല്യവും കാരുണ്യവുമാണ്. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച് എല്ലാം സൃഷ്ടിച്ചവന് ശിശുവായി കീറത്തുണിയിൽ പൊതിഞ്ഞ് കന്യകയുടെ മടിയിൽ ലാളിക്കപ്പെടുന്നതിന് എന്താവശ്യം? എല്ലാം സൃഷ്ടിച്ചവൻ അവിടുന്നല്ലേ. ആകാശത്തെയും ഭൂമിയെയും സകല സംവിധാനങ്ങളെയും മനുഷ്യനെയും സൃഷ്ടിച്ച ദൈവം ഇതാ ഒരു സൃഷ്ടിയായി തൻ്റെ മാതാപിതാക്കളാൽ താലോലിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ നാം തെറ്റായി ധരിക്കരുത് ദൈവം ദുർബലനാണെന്ന്. അവൻ ശക്തനായതുകൊണ്ട് അവൻ ഏത് രൂപവും എളിയ രൂപവും പ്രാപിക്കുവാൻ അവിടുത്തേക്ക് കഴിയും. ക്രിസ്മസ് നമുക്ക് നൽകുന്ന മറ്റൊരു സന്ദേശം, ആർക്കാണ് ഈ ദൈവത്തെ കാണാൻ കഴിയുക? ആർക്കാണ് ഈ ദൈവത്തെ അനുഭവിക്കാൻ കഴിയുക? ഇങ്ങനെയുള്ള ദൈവത്തെ നമുക്ക് അനുഭവിക്കണ്ടേ? ഭാരതീയ ചിന്തകന്മാർ, ഋഷിമാർ പറയും, ദൈവം ഉള്ളിൽ കൂടെയുള്ളവനാണ് മഹത്വമുള്ളവൻ. ദൈവദാസൻ മാർ ഇവാനിയോസ് തിരുമേനി ഉപയോഗിച്ചിരുന്ന ഒരു പദമുണ്ട്, ദൈവസേവനം ഉത്തമം, ദൈവസമ്പാദനം അത്യുത്തമം. ദൈവത്തെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നവൻ, ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്നവൻ, അവനാണ് ശ്രേഷ്ഠൻ. അവനാണ് ജീവിതത്തിൻ്റെ മഹത്വം കണ്ടെത്തിയവൻ. ആർക്കാണ് ഈ പൈതലായ യേശുവിനെ കാണാൻ, ഈ പൈതലിൽ ദൈവത്തിൻ്റെ സ്വഭാവം കാണാൻ കഴിയുക? ഇതാണ് നമ്മോടുള്ള ചോദ്യം. സമാധാനം നടത്തുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സമാധാന പ്രഭുവാണ് ജനിച്ച് കിടക്കുക. സമാധാനത്തിൻ്റെ രാജാവ് എഴുന്നള്ളിയിരിക്കുന്നു. സമാധാനത്തിൻ്റെ രാജാവിനെ കാലിത്തൊഴുത്തിൽ കാണാൻ കാഴ്ച ശക്തിയുള്ളത് ആർക്കാണ്? സമാധാനം നടത്തുന്നവർക്കാണ്. ഹൃദയത്തിൽ സമാധാനം താലോലിക്കുന്നവർക്കാണ്. ഗാസ മുനമ്പിൽ, ഇസ്രയേലിൻ്റെ വിവിധ നഗരങ്ങളിൽ, ഉക്രൈനിൽ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ മനുഷ്യൻ കൊന്നൊടുക്കപ്പെടുമ്പോൾ സമാധാന പ്രഭുവിൻ്റെ ജനിച്ചു വീണ നാട്ടിൽ നിസ്സഹായരായ കുഞ്ഞുങ്ങൾ ദിനംപ്രതി കൊല്ലപ്പെടുമ്പോൾ ഒരു ചോദ്യം ദൈവം ഇങ്ങോട്ട് അയക്കുന്നു, ഈ രോദനം നീ കേൾക്കുന്നില്ലേ? യേശു കർത്താവ് ജനിച്ച വളർന്ന നാട്ടിൽ രക്തം ചൊരിയുന്നത്, അനേകരുടെ ജീവൻ എടുക്കപ്പെടുന്നത്, നിസ്സഹായരായ കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും ജീവൻ, ഒരു തെറ്റും ചെയ്യാത്ത അവരുടെ ജീവൻ എന്ത് കാരണത്തിൻ്റെ പേരിൽ എടുക്കുവാൻ നിനക്ക് കഴിയും? കുഞ്ഞുങ്ങളുടെ മേൽ കൈവയ്ക്കരുത്, ബാലൻ്റെ മേൽ കൈവയ്ക്കരുത് എന്ന കൽപ്പന ഓർക്കുക. ശിശുക്കൾ എൻ്റെ അടുക്കൽ വരട്ടെ, അവരെ തടയരുത് എൻ്റെ അടുക്കൽ വരാൻ.
ഒരു ശിശുവിനെ ഉയർത്തി കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം ഇവനെപ്പോലെ ഉള്ളവരുടേതാണ്. ഇവരെപ്പോലെ ആകാതെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ നിങ്ങളിൽ ആർക്കും കഴിയില്ല. ആർക്കാണ് ദൈവത്തെ സമ്പാദിക്കാൻ കഴിയുക? 2000 വർഷങ്ങൾക്കപ്പുറത്ത് നടന്ന ഈ മനുഷ്യ ചരിത്രത്തിലെ ദൈവത്തിൻ്റെ മനുഷ്യരൂപത്തിലേക്കുള്ള ജനനം, 2000 വർഷം കഴിഞ്ഞ് നാം ചോദിക്കുന്നു, ഈ ദൈവത്തെ പ്രാപിക്കാൻ, ദൈവത്തെ സമ്പാദിക്കാൻ ആർക്ക് കഴിയും? ഇതാണ് നമ്മോടുള്ള ചോദ്യം. ഇന്ന് തലമുറകൾ തോറും ജനന പെരുന്നാൾ ആഘോഷിക്കുന്ന നമുക്ക് ഈ ദൈവത്തെ കാണാൻ കഴിയില്ലേ? ഈ ദൈവത്തെ സമ്പാദിക്കാൻ നമുക്ക് കഴിയണ്ടേ? ഇത്രമാത്രം ത്യാഗത്തിൽ നമ്മുടെ അടുത്തേക്ക് വന്ന ഒരു ദൈവത്തെ നമ്മുടെ കൈവെള്ളയിൽ കിട്ടിയിട്ട് അത് വഴുതി പോകുന്ന സാഹചര്യം വന്നാൽ, മകനെ, മകളെ, അത് നിൻ്റെ തീരാ നഷ്ടമാണ്. നിനക്ക് നഷ്ടം സംഭവിച്ചുകൂടാ. നിന്നെ കാണാൻ വന്ന ദൈവത്തെ കാണാൻ നിനക്ക് കണ്ണുകളില്ലെങ്കിൽ നിനക്ക് നഷ്ടമാണ്. നിന്നെ തേടിയിറങ്ങിയ ഒരു ദൈവത്തെ കാണാൻ നിനക്ക് ശക്തിയില്ലെങ്കിൽ, നീ വെളിവ് നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു എന്ന് പ്രാർത്ഥിക്കുന്നത് ഒരു പാട്ടായി മാത്രം അവശേഷിക്കുന്നില്ലേ? അന്ധകാരത്തിലിരുന്ന ജനം ഉയരത്തിൽ നിന്നുള്ള വലിയ പ്രകാശം കണ്ടു എന്ന് നമ്മുടെ കർത്താവിൻ്റെ ജനനപ്പെരുന്നാളിനെക്കുറിച്ച് ദർശനവരത്തോടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഓർക്കാതെ പോകരുത്. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ എൻ്റെ മനസാക്ഷി ഉയർത്തി എനിക്ക് ദൈവത്തെ പ്രാപിക്കാൻ കഴിയുന്ന അനുഭവം ഉണ്ടാകണം. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ മനസ്സാക്ഷിയിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവൻ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യനാണ്. ഹൃദയത്തിൻ്റെ പരമാർത്ഥതയുള്ളവന് ദൈവത്തെ കാണാൻ കഴിയുന്നവനാണ്. പാവപ്പെട്ട വിധവയെപ്പോലെ സർവ്വതും വിട്ടുകൊടുക്കാൻ, സമർപ്പിക്കാൻ മനസ്സുള്ളവൻ്റെ മുൻപിൽ ദൈവം സംപ്രീതനാണ്. ക്രിസ്മസിൻ്റെ തിരുനാൾ ഒരു ദിവസത്തിൻ്റെ പെരുന്നാൾ ആഘോഷം മാത്രമല്ല, ദൈവാനുഭവത്തിൻ്റെ മാനങ്ങളിലേക്ക് നമ്മെ നയിച്ചു കൊണ്ടുപോകുന്ന പെരുന്നാളുകളുടെ ഒരു കൂട്ടമാണ്. ലോകത്തിൻ്റെ ഉടയവനെ പൈതലായി കാണാൻ കഴിയുന്ന പൈതലാം യേശുവിനെ ഒന്ന് വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തുന്ന ഒരു പൈതലിൻ്റെ രൂപത്തിൽ കാണാൻ, മകനെ, മകളെ, നിനക്കെന്ത് ഭാഗ്യമുണ്ടായിരിക്കുന്നു. യു കം ആൻഡ് സീ യുവർ സേവിയർ ഈസ് ക്ലോസ് ടു യു. നിൻ്റെ രക്ഷകൻ നിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. 2023 ക്രിസ്മസ്, പ്രിയപ്പെട്ടവരെ, നഷ്ടത്തിൻ്റെ കണക്കായി അവസാനിക്കരുത്. നേട്ടത്തിൻ്റെ കണക്കായി നമുക്ക് കൂടെ ഉണ്ടാകട്ടെ. നിൻ്റെ ദൈവം നിനക്ക് വേണ്ടി മനുഷ്യരൂപം പ്രാപിച്ചിരിക്കുന്നത് നിന്നിലെ മനുഷ്യരൂപത്തെ ദൈവരൂപമാക്കുന്നതിന് വേണ്ടിയാണ്. ഓർക്കുമോ? ഈ ക്രിസ്മസ് നിന്നെ ദൈവപുത്രൻ്റെ സ്വീകാര്യതയിലും അവകാശത്തിലും പങ്കാളിയാക്കുന്നതിനാണ്. ഈ വലിപ്പത്തിൽ, ഈ മഹത്വത്തിൽ, ഈ കാഴ്ചയിൽ, ഈ പ്രകാശത്തിൽ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഹൃദയശാന്തതയുടെയും നീണ്ട നാളുകൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകും. പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കാതെ ഒരുവന് യേശുവിലെ കർത്താവിനെ കാണാനാവില്ല. പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുമ്പോൾ
നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കും, അധരം കൊണ്ട് പറയും യേശു കർത്താവാണ്. ആ പരിശുദ്ധാത്മാവ് നിന്നിൽ വ്യാപരിക്കട്ടെ. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാകാം, യേശുക്രിസ്തുവിനെക്കുറിച്ച് കേട്ടവരാകാം, ആദ്യമായി കേൾക്കുന്നവരാകാം. എൻ്റെ പരിമിതമായ വാക്കുകൾക്കുള്ളിൽ ദൈവത്തെ ഒതുക്കി നിർത്തുവാനാവില്ല എന്നത് നിങ്ങൾ തിരിച്ചറിയണം. പക്ഷേ ഈ വാക്കുകൾക്കപ്പുറത്ത് ദൈവം സജീവമായി താങ്കളുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്നു എന്നത് ഈ തിരുനാൾ നൽകുന്ന ഉറപ്പാണ്. God has come to touch you so that you can also touch him. അവൻ നിൻ്റെ അടുത്ത് വന്നത് നിന്നെ താലോലിക്കുന്നതിനാണ് എങ്കിൽ ഈ ദൈവത്തിൻ്റെ കരം പിടിച്ച് അവിടുത്തോട് ചേർന്ന് നിൽപ്പാൻ, താലോലിപ്പാൻ നിനക്ക് കഴിയും. പെരുന്നാളിൽ വച്ച് ഏറ്റവും വലിയ പെരുന്നാൾ ഈ സ്നേഹത്തിൻ്റെ പെരുന്നാളാണ്. അത് നിങ്ങൾക്ക് മുഴു ഹൃദയത്തോടുകൂടി ഞാൻ നേരുന്നു. നിങ്ങളെല്ലാവരെയും ക്രിസ്തുമസിൻ്റെ അനുഗ്രഹങ്ങൾ, സന്തോഷം അറിയിക്കുന്നു. ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ ജനനം നിങ്ങൾക്കെല്ലാവർക്കും ഒരു പുതിയ അനുഭവം നൽകട്ടെ. ഹാപ്പി ക്രിസ്മസ്. ഒരു പുതിയ വത്സരത്തിൻ്റെ അനുഗ്രഹങ്ങൾ 2024 എല്ലാ നിമിഷങ്ങളിലും നിങ്ങളുടെ കൂടെയായിരിക്കട്ടെ. നാം പരാമർശിച്ച, നാം പ്രാർത്ഥനയോടെ ഒരുമിച്ച് ചിന്തിച്ച ദൈവം നിങ്ങളുടെ മുകളിലും നിങ്ങളുടെ താഴെയും, നിങ്ങളുടെ വലത്തും നിങ്ങളുടെ ഇടത്തും, നിങ്ങളുടെ ഉള്ളിലും എല്ലാ വശത്തുമായിരുന്ന് നിങ്ങളെ സംരക്ഷിക്കട്ടെ. ആ ദൈവത്തെ സമ്പാദിക്കാൻ നിങ്ങൾക്ക് പുതുവർഷത്തിൽ എപ്പോഴും കഴിയുമാറാകട്ടെ. ഹാപ്പി ന്യൂ ഇയർ. God bless you all.